നമസ്കാരം. ഒരു ഡ്രൈവിംഗ് ടിപ്പ് വീഡിയോ ആണ് ഇന്ന്. ഒരു 3-4 പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തിട്ടും ഫെയിലായ ഒരാൾ എന്നോട് ഈ ഇടയ്ക്ക് ഒരു അസസ്മെൻറ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് വന്നു. എന്താണ് പുള്ളിയുടെ ഒരു പ്രശ്നമെന്ന് അറിയാനായിട്ട് വന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്ക് 2 രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാം. ഒന്ന്, ഇൻസ്ട്രക്ടറിൻ്റെ വണ്ടിയിൽ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടിയിൽ പോയി ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ആൾ സ്വന്തം വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യാൻ പോയ ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് ടെസ്റ്റ് വരുമ്പോൾ മാത്രമാണ് പ്രശ്നം വരുന്നത്. ടെസ്റ്റിന് മുമ്പേ ഉള്ള ടൈമൊക്കെ ഡ്രൈവിംഗ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എൻ്റെ കൂടെ അസസ്മെൻറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു വന്നപ്പോഴാണ് കാര്യത്തിലേക്ക് നമ്മൾ വന്നത്. അതായത് നമ്മൾ ഇൻസ്ട്രക്ടേഴ്സിനടുത്ത് പോകാതെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള, അതായത് 3 വർഷത്തിൽ കൂടുതൽ ഇവിടെ ലൈസൻസ് ഉള്ള ഒരാളുമായിട്ട് നമുക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ കൂടെ ഇരിക്കുന്ന ആൾ ഓവർ കോഷ്യസ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായി എക്സ്ട്രാ പെഡൽസ് ഇല്ല, നമുക്ക് നമ്മുടെ സേഫ്റ്റിയും കൂടെ നമ്മുടെ കൺസേണിലുണ്ടാവും. അപ്പോൾ ഈ ആളുമായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കും. അതായത് ഒരു റൗണ്ട് അബൌട്ട് വരുന്നെങ്കിൽ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ഒരല്പം സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഓൾറെഡി ഗൈഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഗൈഡ് ചെയ്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് പേഴ്സണലി ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾ മനസ്സിലാക്കുന്നില്ല, ഇദ്ദേഹം സ്വന്തമായി ഡിസിഷൻസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇയാളുടെ കുഴപ്പം. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവരുമായിട്ട് അതിനു വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ലെസൺസ് പ്ലാൻ ചെയ്തു. പുള്ളി പാസ്സായി. പക്ഷേ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ഇതുപോലെ സ്വന്തമായി ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമായിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഓർക്കുക, കഴിയുന്നതും നിങ്ങൾക്ക് ടെസ്റ്റുമായി അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായി അവരോട് സംസാരിക്കരുത്. അതായത് നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരണ്ട, നമ്മൾ ചെയ്യുന്നതിൽ എന്ത് തെറ്റുണ്ടെന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ പറയുക. അപ്പോൾ അതാണ് നിങ്ങളുടെ കീ ആയിട്ട് നോക്കേണ്ടത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. മോക്ക് ടെസ്റ്റ് ഇതുപോലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള എന്നെ പോലെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. മലയാളിയോ ആരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് കിട്ടുന്ന ഒരാളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾ അവരുമായി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലിറ്ററലി ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും. ഒരു ടെസ്റ്റിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന ഫോൾസ് മാത്രമേ വന്നിട്ടുള്ളൂ, മേജറിലോട്ടൊന്നും വന്നിട്ടില്ല, അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പാസ്സാവാം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. കാരണം നമ്മളിന്നിപ്പോൾ 2024 നിൽക്കുന്നത്. ഈ സമയത്തുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. വളരെ ഡിലേ ആണ്, അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്തൊക്കെയാണ് ടെസ്റ്റ് ഡേറ്റ് എടുക്കേണ്ടത്. അപ്പോൾ കിട്ടുന്ന അവസരം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായി നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കമ്പൾസറി ചെയ്യുക. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ഒബ്സർവേഷൻ എല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് ചെയ്യുക. കാരണം അതല്ലെങ്കിൽ ഫെയിലായി പിന്നെയും അതിൻ്റെ പുറകിൽ നിന്ന് ഒരുപാട് മണി സ്പെൻഡ് ആവും. സോ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് യൂസ്ഫുൾ ആവുന്നവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് വരാം. ലെറ്റ്സ് ടൈ അപ്പ്.